ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ സച്ചിയുടെ വണ്ടി ആക്സിഡന്റ് ആയിട്ട് സച്ചി മരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതിയും അതുപോലെ തന്നെ ആന്റണിയും കൂടി പ്ലാൻ ചെയ്തുകൊണ്ട് സച്ചിയുടെ വണ്ടിന്റെ ബ്രേക്ക് ലൈന് കട്ട് ചെയ്ത് വിടുന്നത്. എന്നാൽ സച്ചിയുടെ വണ്ടിയാണെങ്കിൽ ചെന്നിട്ട് അരുണിന്റെ വണ്ടിക്കിട്ടാണ് ഇടിക്കുന്നത്. ആരംഗം വരെയാണല്ലോ ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഇനി പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് സച്ചിയും അതുപോലെ തന്നെ അരുണും തമ്മിലാണ്. ഓൾറെഡി അവർ രണ്ടുപേരും അത്ര സ്വരത്തിലല്ല. ഇനി ആ പ്രശ്നം കുറച്ചുകൂടി വഷളാവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതുമാത്രമല്ല, സച്ചി പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാതെ അരുൺ കാരണം ഒരു പോലീസുകാരന് മരണം വരെ സംഭവിക്കാവുന്ന രീതിയിൽ ഒരു അപകടം കൂടി ഉണ്ടാകുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഡെയിലി അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. സച്ചി വീട്ടിൽ നിന്നും വണ്ടി എടുത്തതിന് ശേഷം കുറച്ചു ദൂരം എത്തുമ്പോഴേക്കും ബ്രേക്ക് കിട്ടുന്നില്ല എന്നുള്ള കാര്യം നമ്മുടെ സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട്. മറ്റു വണ്ടികളിൽ ചെന്ന് ഇടിക്കരുതെന്ന് കരുതി സച്ചി വെട്ടിച്ചിങ്ങനെ വളവെന്ന് തിരിച്ചു കൊണ്ടുപോയിട്ട് നിർത്തുകയല്ല, ഒരു വണ്ടിയുടെ മേലെ പോയി തട്ടുവാണ്. സച്ചി അതിനുശേഷം ഇറങ്ങി നോക്കുമ്പോഴാണ് അത് അരുണിന്റെ ബൈക്കിനാണ് ചെന്ന് ഇടിച്ചത് എന്നുള്ള സത്യം നമ്മുടെ സച്ചി മനസ്സിലാക്കുന്നത്. ബൈക്കില് കാറ് വന്ന് ഇടിക്കുന്ന ആ ശബ്ദം കേട്ട് അരുൺ നോക്കുന്നുണ്ട്. അരുണിന്റെ ബൈക്ക് അത്യാവശ്യം കുറഞ്ഞ് പൊളിഞ്ഞ നിലയിലും അതുപോലെ തന്നെ അതിനകത്തുണ്ടായിരുന്ന ഹെൽമെറ്റ് താഴെ വീഴുകയും ചെയ്യുന്നുണ്ട്. കാറിൽ നിന്ന് ഇറങ്ങിയ സച്ചിയെ കണ്ട് അരുൺ അരികിലേക്ക് ചെല്ലുവാണേ. അരുൺ ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ വരുന്നത്. നീ എന്താടാ എപ്പോ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും പോലീസുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട് വരുന്നത്? പോലീസുകാരൻ നമ്മുടെ അരുണിന്റെ കൂടെയുള്ള ആളും പറയുന്നുണ്ട്, അല്ല അരുണുമായിട്ട് നിനക്ക് എന്താണ് ഇത്രയും വലിയ പ്രശ്നം? നീ എന്തിനാടാ അരുണിന്റെ ബൈക്ക് ഇടിച്ച് തള്ളിയിട്ടതെന്ന് ചോദിക്കുന്നുണ്ട്. സർ, ഞാൻ ഇടിച്ച് തള്ളിയിട്ടതല്ല, എന്റെ വണ്ടിയിൽ ബ്രേക്ക് കിട്ടിയില്ല, അത് വന്ന് ഇടിച്ചതാണെന്ന് പറയുവാണേ. ഞാൻ ഒരിക്കലും വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല, വണ്ടിക്ക് ബ്രേക്ക് കിട്ടിയില്ല, അങ്ങനെ വന്ന് ഇടിച്ചതാണെന്ന് പറയുവാണേ. നീ എപ്പം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും അരുണുമായിട്ട് ചുമ്മാ ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട് വരാറുണ്ടല്ലോ, നിനക്കൊന്നും വേറെ ജോലിയൊന്നും ഇല്ലടാന്നൊക്കെ അരുണിന്റെ കൂടെയുള്ള പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്. സർ, ഞാൻ പറഞ്ഞല്ലോ മനഃപൂർവ്വം അല്ല ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോഴേക്കും അരുണിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നീ അങ്ങനെ ചുമ്മാ വെറുതെ ഓരോന്ന് പറയാൻ നിൽക്കണ്ട, നീ വേണമെന്ന് വിചാരിച്ച് തന്നെ ചെയ്തതാണ്. ഈ ബൈക്കിന്റെ അരികിൽ ഞാനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നെയും കൂടി നിനക്ക് ഇടിച്ച് തള്ളിയിടായിരുന്നല്ലോ, എന്നിട്ട് കൊല്ലാമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് സച്ചി മനഃപൂർവ്വം അരുണിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതാണെന്നുള്ള കാര്യം വരുത്തി തീർക്കാനാണ് കേട്ടോ അരുൺ ശ്രമിക്കുന്നത്. അതേസമയം തന്നെയാണ് നമ്മുടെ മഹിമ അതുവഴി കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എന്തോ പ്രശ്നം നടക്കുവാണെന്നുള്ള കാര്യം മനസ്സിലാക്കി കാറിന്ന് വേഗം ഇറങ്ങിയിട്ട് ഫോൺ എടുത്ത് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് ആരംഭിക്കുകയാണ്. കാരണം അവിടെ കഥാപാത്രമായിട്ട് നിൽക്കുന്നത് നമ്മുടെ സച്ചിയാണല്ലോ. വീഡിയോ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നുകൂടി പൊലിപ്പിക്കാലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് മഹിമ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങുന്നത്. എന്നാൽ മഹിമ വീഡിയോ എടുക്കുന്നതൊന്നും സച്ചിയോ അവിടെ നിൽക്കുന്ന മറ്റാരോ കാണുന്നില്ല കേട്ടോ. സർ, ഞാന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, വഴിയിൽ വെച്ചിട്ട് ബ്രേക്ക് പിടിക്കാതെയായി വണ്ടി, ആരുടെങ്കിലും വണ്ടിയിലും പോയി ഇടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ട് തിരിച്ചതാണ്, അങ്ങനെയാണ് സാറിന്റെ വണ്ടിയിൽ വന്ന് ഇടിച്ചത്, അല്ലാതെ സാറിന് ഇടിക്കൊന്നും ചെയ്തില്ലല്ലോ, വണ്ടിയിലല്ലേ ഞാൻ ഇടിച്ചതെന്ന് സച്ചി ചോദിക്കുന്നുണ്ടേ. നീ മനഃപൂർവ്വം എന്റെ വണ്ടിയിൽ ഇടിക്കാൻ വേണ്ടി തന്നെ വന്നതാണ്, അതും എന്നെ ഇടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ട്. ഞാന് അങ്ങോട്ടേക്ക് മാറി നിന്നതുകൊണ്ട് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഞാനിപ്പോ മരിച്ചു പോയേനെ. ഇത് കേട്ട സച്ചിയാണെങ്കിൽ അല്ലെങ്കിലും സാറിനൊന്നും ഒന്നും സംഭവിക്കില്ല, സാറൊക്കെ മറ്റുള്ളവരെ കൊല്ലാക്കൊല ചെയ്യല്ലേ ചെയ്യുക, സാർ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുന്ന അത്രയും നേരം അടക്കം പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഞാൻ എന്തിനാടാ നീ പറയുന്നത് കേൾക്കുന്നത്? നീ വന്ന് എന്റെ വണ്ടിയിലല്ലേടാ ഇടിച്ചത്, ഇനി നീ ഒരിക്കലും ഈ കാർ ഓടിക്കില്ല. സർ, എപ്പോഴാണ് എന്റെ കുരുക്കാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യം നോക്കിയിരിക്കായിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയാം, പക്ഷേ സർ സത്യമാണ് ഞാൻ പറയുന്നത്, എന്റെ വണ്ടിക്ക് ബ്രേക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ്. നീ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് നമ്പർ ഇറക്കണ്ടടാ. നീ എന്നെ വണ്ടി ഇടിച്ചിട്ട് വണ്ടി നിർത്താതെ പോവാന്നുള്ള കാര്യമായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക, പക്ഷെ ഇപ്പൊ കൈയോടെ പൊക്കിയപ്പോ കള്ളം പറയുവാണല്ലേ. സാർ, ഒരിക്കലും സാറിന്റെ അളവിലൊന്നും ഇങ്ങനെ ചിന്തിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ പറഞ്ഞത് സത്യമാണ്. സാർ, എന്റെ വണ്ടിക്ക് ബ്രേക്ക് പിടിക്കാൻ വേണ്ടി പറ്റിയില്ല, അതുകൊണ്ടാണെന്ന് പറയുമ്പോ നിനക്ക് എന്നെയാണ് പിടിക്കാത്തത്, അതുകൊണ്ടാണ് നീ എന്റെ വണ്ടിക്ക് വന്നിട്ട് ഇടിച്ചത്. സാറിന് എനിക്ക് ഇഷ്ടമല്ല, അത് സത്യം തന്നെയാണ്, സാറുമായിട്ട് ഒരുപാട് പ്രശ്നമുണ്ട്, പക്ഷെ ഞാൻ ഒരിക്കലും സാറിന് കൊല്ലാൻ വേണ്ടിയിട്ട് വന്ന് ഇടിച്ചതൊന്നുമല്ല, എന്റെ വണ്ടിക്ക് ബ്രേക്ക് കിട്ടിയില്ല, അതാണ്. സാറ്, ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കുന്നൊക്കെ സച്ചി പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അരുണാണെന്നുണ്ടെങ്കിൽ സച്ചി മനഃപൂർവ്വം തന്നെ കൊല്ലാൻ വേണ്ടി ചെയ്തതാണെന്നുള്ള മട്ടില് കാര്യങ്ങൾ വഷളാക്കുന്നുണ്ട്. ഇവൻ എപ്പോ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഞാനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നടക്കാറുണ്ട്, ഇപ്പോ മനഃപൂർവ്വം അവൻ എന്നെ ഇടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇത് കേട്ട ഉടനെ തന്നെ കൂടെ നിൽക്കുന്ന പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, നിനക്കൊന്നും ഇവിടെ വേറെ പണിയൊന്നുമില്ലേ, എന്തിനാണ് നീ എപ്പോ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും അരുണുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്? നീ വന്ന് ഇടിച്ചിട്ട് ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു എന്ന് സച്ചിയുടെ അടുത്ത് ചോദിക്കുവാണേ. സാർ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് സാർ, ഞാൻ ഇവരെ ഇടിക്കാൻ വേണ്ടിയിട്ടൊന്നും വന്നതല്ല, വേറെ വണ്ടിക്ക് പോയിട്ട് ഇടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സൈഡ് തിരിച്ചതാണ്. ഇദ്ദേഹത്തിന്റെ ബൈക്ക് അവിടെ ഉള്ളത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. നീ ചുമ്മാ ഡ്രാമ ഇറക്കൊന്നും വേണ്ട, മറ്റു വണ്ടിയിൽ ഇടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്
തിരിച്ചതാണ് പോലും. പിന്നെ നീ വലിയ ഹീറോയല്ലേ, ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ കോളറിൽ പിടിച്ചിട്ട് അരുൺ വലിച്ചങ്ങ് കൊണ്ടുപോവാണ് സച്ചിയെ ജീപ്പിൽ കയറ്റിയിട്ട് താൻ കൊണ്ടുപോയിക്കോളാം എന്നും കൂടെയുള്ള പോലീസുകാരന്റെ അടുത്ത് ആ കാറുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അരുൺ നിർദ്ദേശം നൽകുന്നത്. എന്നാൽ ആ എടുക്കാൻ വേണ്ടി പോകുന്ന പോലീസുകാരടുത്ത് നമ്മുടെ സച്ചി ആവുന്നത് പറയുന്നുണ്ട്, ഈ വണ്ടിക്ക് ബ്രേക്ക് ഇല്ല സാർ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അരുൺ സാറ് തന്നോടുള്ള പക തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അവര് എന്നോടുള്ള ദേഷ്യം തീർക്കാണ്, അതിൽ സാറ് കരുവാവരുത്, സാറ് ആ വണ്ടി എടുക്കരുത്, വണ്ടിക്ക് ബ്രേക്ക് ഇല്ല, അത് ആക്സിഡന്റ് ആകും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അരുൺ ആണെന്നുണ്ടെങ്കിൽ സച്ചി പറയുന്നതെല്ലാം കള്ളമാണ്. നിങ്ങൾ വണ്ടി എത്രയും വേഗം തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തിപ്പിക്കുകയെ, അത് മാത്രമല്ല മറ്റൊരാളെടുത്ത് സ്റ്റേഷനിലേക്ക് തന്റെ ബൈക്കും കൂടി എത്തിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എന്നാൽ സച്ചിയെ കൊണ്ടുപോകുന്നത് പോലീസ് ജീപ്പിൽ കെട്ടിയിട്ട് അരുൺ തന്നെയാണ് കേട്ടോ. അപ്പോഴും സച്ചി വിളിച്ച് ആ പോലീസുകാരന്റെ അടുത്ത് പറയുവാണ്, സാർ വണ്ടി എടുക്കരുത്, ബ്രേക്ക് ഇല്ല എന്ന്. പക്ഷെ അദ്ദേഹവും കേൾക്കാതെ അരുണിന്റെ വാക്കും വിശ്വസിച്ചിട്ട് സച്ചിയുടെ വണ്ടി എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പുറപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും ഇത്രയും ദൃശ്യങ്ങളൊക്കെ പകർത്തി നമ്മുടെ മഹിമയാണെങ്കിൽ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ, ഇത് നല്ലൊരു അവസരമാണ്. എന്തായാലും ഈ വീഡിയോ ആദ്യം എല്ലാവർക്കും അയച്ചു കൊടുക്കുക, ഇതൊരു വലിയ പ്രശ്നമാക്കണം. എന്നിട്ട് എന്റെ മകളെയും അതുപോലെ തന്നെ ശ്രീകാന്തിനെയും എത്രയും വേഗം തന്നെ വീട്ടിലെത്തിക്കാനുള്ള ഒരു നല്ലൊരു വഴിയാണെന്ന് വിചാരിച്ചിട്ടാണ് മഹിമ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. മഹിമ പറഞ്ഞതുപോലെ തന്നെ സച്ചിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും അവളുടെ പണി തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ വീഡിയോ അയച്ചു കൊടുക്കുന്നത് ശ്രുതിക്ക്, അത് കഴിഞ്ഞ് ചന്ദ്രമതിക്ക്, പിന്നീട് വർഷയുടെ ഫോണിലേക്ക്. അങ്ങനെയാകുമ്പോൾ വീട്ടിലുള്ള എല്ലാവരും അറിഞ്ഞോളൂല്ലോ, അതിനാണ് അങ്ങനെ അയച്ചു കൊടുത്തത്. അതേസമയം ശ്രുതിയുടെ കടയിലേക്ക് എങ്ങനെങ്കിലൊക്കെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് ശ്രുതിക്ക് വീണ്ടും തിരികെ ആ വീട്ടിലേക്ക് കയറണല്ലോ. ആദ്യം ശ്രുതിയോടുള്ള ദേഷ്യം മാറ്റണം, എന്നാൽ മാത്രമേ തനിക്ക് ആ വീട്ടിലേക്ക് കയറി പറ്റാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള കാര്യം ശ്രുതിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ശ്രുതിയുടെ കടയിലേക്ക് ചെല്ലുന്നുണ്ട്. പക്ഷെ ശ്രുതിയെ കണ്ട ഉടനെ തന്നെ നീ ഇപ്പോ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടുവാണ് കേട്ടോ ചെയ്യുന്നത്. ശ്രുതി, ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്ക്, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഒരിക്കലും ഞാന് ശ്രുതിയുടെ കുഞ്ഞ് എന്റെ വയറ്റിലുണ്ടെന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് പാടില്ലായിരുന്നു. എന്നാ പക്ഷെ എന്റെ അവസ്ഥ ശ്രുതിക്ക് അറിയാവുന്നതാണല്ലോ, എങ്ങനെയെങ്കിലും തിരിച്ച് വീട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു കള്ളം പറഞ്ഞത്. ശ്രുതിക്കും എന്നോടുള്ള ദേഷ്യം മാറും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വീട്ടിൽ ചെന്നിട്ട് ശ്രുതിയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ ഇതിനു വേണ്ടിയിട്ടാ ചെയ്തതെന്നുള്ള കാര്യം അറിയിച്ച് എല്ലാ സത്യങ്ങളും തുറന്നു പറയണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ അതിനു മുമ്പായിട്ട് തന്നെ ആ സച്ചിയാണ് എല്ലാത്തിനും കാരണം, അവനാണ് എന്റെ പദ്ധതി മൊത്തം പൊളിച്ചതെന്നൊക്കെ ശ്രുതിയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ശ്രുതി, നീ ഇത്രയും വലിയൊരു കള്ളം പറയണ്ടായിരുന്നു. അമ്മയുടെ മനസ്സടക്കം മാറിയതായിരുന്നു, നിന്നെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരാന്നുള്ള കാര്യം അമ്മ പറഞ്ഞതാണ്. പക്ഷെ നീ പറഞ്ഞത് കള്ളാണെന്നുള്ള കാര്യം അറിഞ്ഞതോട് കൂടിയിട്ട് ഇനി ഒരിക്കലും നിന്നെ വീട്ടിലേക്ക് കയറ്റില്ല എന്നുള്ള കാര്യമാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. ശ്രുതിയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കി, എനിക്ക് ശ്രുതിയില്ലാതെ ജീവിക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ അത്രയ്ക്ക് ശ്രുതിയെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ശ്രുതിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയുവാണേ. അത് മാത്രമല്ല ശ്രുതി പണക്കാരിയല്ല എന്നുള്ള കാര്യം നേരത്തെ ആന്റിക്ക് അറിയുമായിരുന്നെങ്കിൽ ആന്റി നമ്മൾ തമ്മിലുള്ള വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നോ എന്ന് ശ്രുതിയുടെ അടുത്ത് തന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ അമ്മ ഇനി നിന്നെ വീട്ടിലേക്ക് കയറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ആന്റി എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ ശ്രുതിക്ക് എന്നെ ഇഷ്ടമല്ലേ, ശ്രുതിക്ക് എന്നെ മനസ്സിലാവില്ലേ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരുടെ സംസാരങ്ങൾക്കിടയിലാണ് ശ്രുതിയുടെ ഫോണിലേക്ക് ഈ മഹിമയുടെ മെസ്സേജ് വരുന്നത്. ഫോണിന്റെ ശബ്ദം കേട്ട് ശ്രുതിയാണെങ്കിൽ ആ ഫോൺ എടുത്ത് നോക്കുമ്പോ ഈ വീഡിയോ കാണുകയാണ്. വീഡിയോ കണ്ട ഉടനെ തന്നെ ശ്രുതി ഇതൊന്നും നോക്കി എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുവാണേ. എനിക്ക് ഒന്നും കാണണ്ട എന്ന് പറഞ്ഞ് ശ്രുതി തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇനിയും മറ്റെന്തെങ്കിലും കള്ളം പറഞ്ഞിട്ട് എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയായിരിക്കുമല്ലേ, ഇത് ഞാൻ പറയുന്ന കള്ളൊന്നുമല്ല, നിന്റെ അനിയന്റെ അഭ്യാസമാണെന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നത്. ആരെന്ന് ചോദിക്കുമ്പോൾ സച്ചിയാണ് ഇതിനകത്ത് കഥാപാത്രം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ സച്ചിയാണെന്നുള്ള കാര്യം മനസ്സിലാകുമ്പോൾ എന്താണെന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് ശ്രുതി വീഡിയോ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. പോലീസുകാര് സച്ചിയെ പിടിച്ചോണ്ട് പോവുകയാണല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ലെങ്കിലും ഇത് പതിവായിട്ട് നടക്കുന്ന കാര്യമല്ലേ, പുതുമയുള്ള കാര്യമൊന്നുമല്ലല്ലോ, അവനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കാണും, അതുകൊണ്ടായിരിക്കും പോലീസുകാരെ പിടിച്ചോണ്ട് പോയെന്ന് പറയുന്നുണ്ട്. ഇതൊന്നും ആന്റിക്ക് അത്ര നാണക്കേടുള്ള കാര്യമായിട്ട് തോന്നില്ല. ഞാനൊരു ചെറിയ കള്ളം പറഞ്ഞതിനാണ് ആന്റി എന്നെ പിടിച്ച് പുറത്താക്കിയത്. സച്ചി ഇത്രയും വലിയ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, അതൊന്നും ആന്റിന്റെ കണ്ണിൽ പെടില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയുമായിട്ട് ഇങ്ങനെ നമ്മുടെ ശ്രുതി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് വർഷയുടെ ഫോണിലേക്ക് മഹിമ അയച്ചു കൊടുത്ത ആ വീഡിയോ ശ്രീകാന്തിന് കാണിച്ചു കൊടുക്കുവാണേ. സച്ചിയേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്.
വണ്ടിയും സീസ് ചെയ്ത് കൊണ്ടുപോവാണ്. എന്തോ വലിയ പ്രശ്നമുണ്ടെന്നുള്ള കാര്യം ശ്രീകാന്തിനെ അറിയിക്കുവാണേ വർഷ. അതുമാത്രമല്ല സ്വന്തം അമ്മയാണ് ഈ വീഡിയോ തനിക്ക് അയച്ചു തന്നെന്നുള്ള കാര്യം കൂടി വർഷ പറയുന്നുണ്ട്. ഇത് കേട്ട ശ്രീകാന്ത് ആണെങ്കിൽ അതെങ്ങനെയാണ് ആന്റിക്ക് ഈ വീഡിയോ കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട്. അതെങ്ങനെ ശ്രീകാന്ത് എനിക്കറിയുന്നത്, എന്തായാലും ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് മാറിപ്പോകുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വീഡിയോ ചന്ദ്രമതി കാണാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് എന്തൊരു അന്യായമാണെന്ന് വീഡിയോ കണ്ടുകൊണ്ട് ചന്ദ്ര പറയുമ്പോ എന്താണ് ചന്ദ്ര എന്ന് ചോദിച്ചുകൊണ്ട് രവി അരികിലേക്ക് ചെല്ലുവാണേ. ഇത് നോക്ക് രവിയേട്ടാ, എന്റെ ഫോണിൽ വന്ന ഈ വീഡിയോ ഒന്ന് നോക്കെന്ന് പറയാണേ. ഫോണിൽ വരുന്ന 3/4 ഭാഗം സാധനങ്ങളും കള്ളമായിരിക്കും. നീ എന്തിനാ ചന്ദ്ര ഇതൊക്കെ കാണുന്നത്? ഇത് നിങ്ങളുടെ മകനെ കുറിച്ചുള്ള വീഡിയോ ആണ്. നിങ്ങളുടെ മകനോ? അതെന്താ ചന്ദ്രേ, നമ്മൾ രണ്ടുപേരും കൂടിയല്ലേ മക്കളുണ്ടാക്കിയത്, അല്ലാണ്ട് ഞാൻ തനിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ട പുത്രനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്, ഇത് നോക്കെന്ന് പറഞ്ഞിട്ട് സച്ചിര ആ വീഡിയോ നമ്മുടെ രവിക്കും ചന്ദ്ര കാണിച്ചു കൊടുക്കുവാണേ. ചെയ്തില്ല സാർ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സച്ചി വലിച്ചുകൊണ്ട് പോകുന്ന ആ ദൃശ്യങ്ങളാണ് കേട്ടോ രവി കാണുന്നതായിട്ട് കാണിക്കുന്നത്. കണ്ടില്ലേ, പോലീസുകാരുമാര് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോലീസുകാരെ പിടിച്ചോണ്ട് പോകുന്നത്. മനുഷ്യന്റെ മാനം പോയി. എന്താണാവോ പ്രശ്നം? എന്തായാലും ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ. ആദ്യം എന്താണ് പ്രശ്നം, അതിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നോക്കണം. അല്ലാതെ കിടന്ന് വെറുതെ ഓരോന്ന് പറയല്ല ചന്ദ്ര വേണ്ടെന്ന് പറഞ്ഞ് ടെൻഷൻ ആയിക്കൊണ്ട് രവി ഫോൺ എടുത്തിട്ട് വിളിക്കാൻ വേണ്ടി പോവാണേ. ഒരുപാട് ആൾക്കാരെ ചെയ്യാത്ത കുറ്റത്തിന് പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. സ്വന്തം മകനല്ലേ, എങ്കിലും നീ ഒരിക്കലും ഇങ്ങനെയൊന്നും പറയാൻ വേണ്ടിട്ട് പാടില്ല ചന്ദ്ര എന്നൊക്കെ ഇങ്ങനെ പറയുവാനുണ്ട്. ചന്ദ്ര സച്ചിയെ കുത്തി നോവിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോ, അല്ലെങ്കിലും ഈ സമയത്തും നിങ്ങൾ അവന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയല്ലേ സംസാരിക്കുള്ളൂ എന്ന് ചന്ദ്രയും ഫോൺ ചെയ്തിട്ട് കിട്ടുന്നില്ല കേട്ടോ. അതിനിടയ്ക്ക് ഈ വീഡിയോ ആരാ അയച്ചു തന്നെന്നുള്ള കാര്യം രവിയേട്ട നിങ്ങൾക്ക് അറിയോ? ആരാന്ന് ചോദിക്കുമ്പോ മഹിമയാണ്, വർഷയുടെ അമ്മ. ഓ, ആര് എന്ത് രീതിയിൽ എങ്ങനെ അയച്ചെന്നുള്ള കാര്യം നമുക്കറിയാലോ. അല്ലെങ്കിലും രവിയേട്ട, നിങ്ങൾക്ക് അവൻ ചെയ്ത തെറ്റുകളൊന്നും അത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നില്ല. ഇപ്പോ മഹിമ വിളിച്ചിട്ട് എന്റെ അടുത്ത് കാര്യം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് മറുപടിയാ നൽകുക? എനിക്ക് നാണക്കേടാണെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ ഇങ്ങനെ ഇരിക്കുവാണേ. എന്താണോ ചന്ദ്ര ഇപ്പൊ ഇത്രയും നാണക്കേടായിട്ടുള്ള നിനക്ക് കാര്യം എന്ന് ചോദിക്കുമ്പോ, അവനെ പോലെ ഒരുത്തിനെ പ്രസവിച്ചത് തന്നെ അവൻ എവിടുന്ന് വന്നോ ആവോ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുമ്പോ, അവനെന്താ മാനത്തുനിന്ന് കുതിച്ചു വന്നതാണോ ചന്ദ്രേ? നിന്റെ വയറ്റുനിന്ന് തന്നെ പുറത്തേക്ക് വന്നതല്ലേ? അല്ലെങ്കിലും അവനെ ഞാനല്ലല്ലോ വളർത്തിയത്, നിങ്ങളുടെ അമ്മയല്ലേ? ശ്രീകാന്തിനെയും അതുപോലെ സുധിയെ മാത്രമല്ലേ ഞാൻ വളർത്തിയുള്ളൂ എന്ന് ചോദിക്കുമ്പോ, ചെറുപ്പം മുതലേ മക്കൾക്കിടയില് വേർതിരിവ് കണ്ടവളല്ലേ നീ? അങ്ങനെയല്ലേ നീ സച്ചിയെ കൊണ്ടുപോയിട്ട് അമ്മയുടെ അടുത്താക്കിയത്? എന്റെ അമ്മ എന്തായാലും അവനെ നന്നായിട്ട് തന്നെയാണ് ചന്ദ്രയെ വളർത്തിയത്. അതെ അതെ, അത് ശരി തന്നെയാണ്. ആ വളർത്തുഗുണമാണല്ലോ ഇപ്പോ വീഡിയോയിൽ കണ്ടത്. ആദ്യം ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. കിട്ടിയിട്ടില്ലെങ്കിൽ നേരിട്ട് പോയിട്ട് കാര്യം എന്താന്നുള്ള കാര്യം അന്വേഷിക്കട്ടെ. അല്ലാതെ നീ വായ തോന്നുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി നിൽക്കണ്ട. പക്ഷെ അപ്പോഴും ചന്ദ്ര നിർത്തുന്നില്ല കേട്ടോ. അല്ലെങ്കിലും അവനെ പോലീസ് പിടിക്കുന്നതൊന്നും ഇത്ര വലിയ കാര്യമൊന്നുമല്ലല്ലോ. ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണല്ലോ. ചെറുപ്പം മുതലേ സ്റ്റേഷനും ജയിലും ഇതൊക്കെ കണ്ടിട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും രവിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നീ ഒന്ന് നിർത്തുന്നുണ്ടോ? ഇപ്പൊ ചന്ദ്രയെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കരുത്. അത് നിനക്ക് മനോദുഃഖം ഉണ്ടാക്കും. അവനെ പോലീസ് പിടിച്ചോണ്ട് പോയി നിനക്ക് നാണക്കേടായി എന്നുള്ള കാര്യം പറഞ്ഞില്ലേ? അവിടെ എന്താ നടന്നെന്നുള്ള കാര്യം നിനക്ക് അറിയില്ലല്ലോ. അവൻ ചെയ്യാത്ത തെറ്റിനെല്ലാം എന്ന് പറഞ്ഞിട്ട് രവി അങ്ങ് നിർത്തുവാണ് കേട്ടോ. ചെറുപ്പത്തില് സച്ചി ചെയ്യാത്ത തെറ്റിനാണല്ലോ ജയിലിൽ പോയതും ജുവനൈൽ ഹോമിൽ കിടന്നതൊക്കെ. അതിനെക്കുറിച്ച് ചന്ദ്രയ്ക്ക് അറിയില്ല. അതിനെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത്. പക്ഷെ പാതിയില് അങ്ങ് നിർത്തുവാണ് നമ്മുടെ രവി. ഞാനൊന്നും പറയുന്നില്ല, ചില കാര്യങ്ങളൊക്കെ മനസ്സിലൊതുക്കുന്നത് തന്നെയാണ് എല്ലാവർക്കും നല്ലത്. ഞാൻ കാര്യം എന്താന്നുള്ള കാര്യം അന്വേഷിച്ചിട്ട് വരാം. നീ വെറുതെ ആവശ്യമില്ലാതെ ഇവിടെ കിടന്ന് തുള്ളണ്ട എന്ന് പറയാനുണ്ട് ചന്ദ്രയുടെ അടുത്ത്. എന്നിട്ട് രവി മുറിയിൽ നിന്നും ഫോണുമായിട്ട് പുറത്തേക്ക് പോവാണ്. അത് കഴിഞ്ഞ് നമ്മുടെ രേവതിയാണെങ്കിൽ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് സച്ചിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. സച്ചേട്ടാ ഇപ്പോ എവിടെയെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അത് കേട്ട ഉടനെ പോലീസുകാരനാണ് ഫോൺ എടുക്കുന്നത്. സച്ചിക്ക് ഫോൺ കൊടുക്കുന്നില്ല. കോള് വരുന്നത് കേൾക്കുമ്പോൾ തന്നെ സച്ചി എന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ അരികിലേക്ക് ചെല്ലുവാണേ. അത് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുവാണ്. ആരാണെന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് ചോദിക്കുമ്പോ സച്ചി ഇവിടുന്ന് പറയുന്നുണ്ട്, അതെന്റെ വൈഫാണ് സാർ, ഞാനൊന്ന് സംസാരിച്ചോട്ടെ എന്ന്. നിന്റെ അടുത്ത് ഫോൺ തരാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യമാണ് ഇൻസ്പെക്ടർ പറഞ്ഞിരിക്കുന്നത്. നീ അവിടെ പോയി നിക്കടാ എന്ന് പറഞ്ഞ് സച്ചി അങ്ങ് മാറ്റി നിർത്തുവാണേ. അങ്ങനെ സംസാരം കേട്ട രേവതിയാണെങ്കിൽ ഇത് ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. നീ ആരാണ് എന്ന് തിരിച്ച് പോലീസുകാരനും ചോദിക്കുമ്പോ, എന്റെ ഭർത്താവിന്റെ ഫോണിലേക്കാ വിളിച്ചത്. നിങ്ങൾ ആരായി സംസാരിക്കുന്നത്? ഞാന് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഹെഡ് കോൺസ്റ്റബിൾ ആണ് സംസാരിക്കുന്നതെന്ന് അദ്ദേഹം പറയുവാണേ. പോലീസോ? എന്റെ സച്ചിയേട്ടന്റെ ഫോൺ എങ്ങനെയാണ് നിങ്ങളുടെ കയ്യില്? സച്ചിയേട്ടൻ എവിടെയെന്ന് ചോദിക്കുമ്പോ, നിന്റെ ഭർത്താവിനെ ദാ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലോ? ആ സാർ പ്ലീസ് ഒന്ന് സച്ചിയേട്ടന് ഫോൺ കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഫോണൊന്നും കൊടുക്കാൻ വേണ്ടി പറ്റില്ല സാർ. അവരെന്താണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോഴാണ് അവന്റെ വണ്ടിയുമായിട്ട് വന്ന് പോലീസുകാരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നോക്കി. അയ്യോ സാർ, സച്ചേട്ടൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എന്ന് രേവതി പറയുന്നുണ്ടെങ്കിലും പിന്നെ ഞാനെന്താ ചുമ്മാ പറയാന്നാണോ നീ വിചാരിച്ചത്? ഒരു ട്രാഫിക് പോലീസുകാരന്റെ ബൈക്കിൽ കൊണ്ടുവന്നിട്ട് അവന്റെ കാർ ഇടിച്ചു.
സർ ഒരു മിനിറ്റ് സർ, ഒന്ന് സച്ചിയേട്ടന് ഫോൺ കൊടുക്കും, ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ എന്ന് രേവതി കെഞ്ചി ചോദിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഫോണൊന്നും കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അത് മാത്രമല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ രേവതി ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പുറപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇൻസ്പെക്ടർ വരുമ്പോൾ സച്ചിയുടെ അടുത്ത് ഒരു സ്ഥലത്ത് ഇരിക്കാനാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഉടനെ അദ്ദേഹത്തെ കണ്ടുടനെ അവിടുന്ന് എഴുന്നേറ്റിട്ട് സച്ചി അരികിലേക്ക് ചെന്നിട്ട് സർ ഞാൻ തെറ്റ് ചെയ്തില്ല എന്ന് പറയുവാണേ. നിന്റെ അടുത്ത് ഞാൻ അവിടെ ഇരിക്കാനല്ലേ പറഞ്ഞതെന്ന് സച്ചിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ സർ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, നീ പിന്നെന്തിനാണ് അരുണിന്റെ ബൈക്കിന് കൊണ്ടുപോയിട്ട് നിന്റെ കാർ ഇടിച്ചത്? നീയും അതുപോലെ അരുണും തമ്മിൽ പ്രശ്നമുണ്ടെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. നീ അവരുമായിട്ടുള്ള പ്രശ്നം മനസ്സിൽ വെച്ചുകൊണ്ട് അവനെ ബൈക്കിൽ വന്നിട്ട് ഇടിച്ചതല്ലേ? പോലീസുകാരുമായിട്ടാണോടാ നിന്റെ പ്രശ്നം ഉണ്ടാക്കലെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട സച്ചിയാണെങ്കിൽ സർ അങ്ങനെ പോലീസുകാരുടെ വണ്ടിയിൽ കൊണ്ടയിടിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ അത്രയും വലിയ പൊട്ടനൊന്നുമല്ല സർ. സത്യമായിട്ട് ഞാൻ പറയുന്നത്, എന്റെ വണ്ടിയിൽ ബ്രേക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് സർ. മറ്റുള്ള വാഹനങ്ങൾക്ക് ഇടിക്കരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ റൈറ്റിലോട്ട് തിരിച്ചത്. വണ്ടിയിൽ ചെന്ന് ഇടിച്ച് ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് സർ അത് അവരുടെ വണ്ടിയാണെന്നുള്ള കാര്യം തന്നെ ഞാൻ അറിഞ്ഞത്. സർ എന്റെ കാര്യങ്ങൾ എന്താ ആരും മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. ഇവൻ പോലീസുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുവാണ്. ആ അരുണെങ്ങാനും ആ ബൈക്കിന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ അവന്റെ ജീവൻ തന്നെ പോയേനെ. സർ ഇവനെയൊന്നും ഒരിക്കലും വെറുതെ വിടാൻ വേണ്ടി പാടില്ല. പോലീസുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാനാണ് ഇവൻ നോക്കുന്നത്. നീയൊക്കെ പോലീസിന്റെ വണ്ടിയിൽ ഇടിച്ചിട്ട് നിന്നെയൊക്കെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ പോകുന്നവനും വരുന്നവനൊക്കെ ഞങ്ങളുടെ വണ്ടിന്റെ നെഞ്ചത്തോട്ട് കയറില്ലേ? പിന്നെ പോലീസിന് എന്ത് മര്യാദ ആണെന്നൊക്കെ ചോദിക്കുവാണേ. സർ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് സാർ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇൻസ്പെക്ടർ ആണെങ്കിൽ നീ ബൈക്കിന് വന്ന് ഇടിച്ചിട്ട് ബ്രേക്ക് ഇല്ല അതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ കഥ ഇറക്കുവാണോ? നീ വണ്ടി ഓടിക്കുന്നതുകൊണ്ടല്ലേ നിനക്ക് ഇടിക്കാൻ വേണ്ടി തോന്നുന്നത്? നിന്റെ ലൈസൻസ് ഞാൻ ക്യാൻസൽ ആക്കാൻ വേണ്ടിട്ട് പോവാണെന്ന് പറയുവാണേ. അപ്പോഴേക്കും അരുൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അരുൺ വന്ന ഉടനെ തന്നെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. സാറ് പറഞ്ഞതുപോലെ തന്നെ ഇവന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യും, അത് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുവാണേ. സർ ദയവ് ചെയ്ത് സാർ അങ്ങനെയൊന്നും ചെയ്യരുത്, ഞാനൊരു കുടുംബസ്ഥനാണ്, കാറാണ് എന്റെ ജീവിത മാർഗം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വണ്ടി കൊണ്ടൊന്ന് ഇടിക്കുന്ന സമയത്ത് നിനക്ക് ഇതൊന്നും അറിയില്ലായിരുന്നോ? എന്തായാലും ഇവന് വണ്ടി കൊടുക്കണ്ട, ഞാനൊന്ന് ASBന്റെ ഓഫീസ് വരെ പോയിട്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് SP പോകുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ പുറകെ സർ 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 എന്ന് പറഞ്ഞിട്ട് സച്ചി അപേക്ഷിക്കാൻ വേണ്ടിട്ട് ചെല്ലുന്നുണ്ട്. പക്ഷെ അരുണാണെന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും സച്ചിയെ പിടിച്ചിട്ട് ഒറ്റ ഒന്നങ്ങത് കൊടുക്കുവാണേ. നീ ഇവിടെ കിടന്നിട്ട് എത്ര ഒച്ച എടുത്തിട്ടും ഒരു കാര്യമില്ല. ഒരുപാട് നാളായിട്ട് ഞാൻ വിചാരിക്കുന്ന കാര്യം ഇന്നാണ് നടന്നത്. സർ പവർ കയ്യിലുണ്ടെന്ന് വിചാരിച്ചിട്ട് ചുമ്മാ ഓരോന്ന് ചെയ്യണ്ട. ഞാൻ പറഞ്ഞല്ലോ സർ എന്റെ മേല് ഒരു തെറ്റുമില്ല എന്ന്. ഒരവസരം കിട്ടിയപ്പോ സാറ് നൈസായിട്ട് പണി തരുവാണല്ലേ, നീ അങ്ങനെ തന്നെ വെച്ചോടാ എന്ന് അരുൺ. ഇത്രയും നാളെ നിന്നെ വെറുതെ വിട്ടത് എന്റെ തെറ്റാണ്. നീ എന്റെ മേലെ തന്നെ കാറ് കയറ്റാൻ വേണ്ടി ശ്രമിച്ചല്ലേ? പഴയ സ്റ്റേഷനായിരുന്നെങ്കിൽ നിനക്ക് ഇൻസ്പെക്ടറുമായിട്ട് സംസാരിച്ച് നിന്നെ രക്ഷപ്പെടുത്തിയാനെ. പക്ഷെ ഇവിടെ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരും വരില്ല. നിന്റെ ലൈസൻസ് ഞാൻ ക്യാൻസൽ ചെയ്തു. കുറച്ചുനാള് ജോലി ഇല്ലാതെ തിരിഞ്ഞു നടക്ക്, അപ്പോ നിനക്ക് പോലീസ് ആരാണെന്നുള്ള കാര്യം മനസ്സിലാകും. ഇപ്പൊ തന്നെ സാർ കാര്യം മനസ്സിലായിട്ടുണ്ട്. പാവപ്പെട്ടവന്റെ നെഞ്ചത്തോട്ടാണല്ലോ നിങ്ങളുടെ അധികാരവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അങ്ങനെ കൂടുതൽ അരുണിനോട് സംസാരിക്കാൻ വേണ്ടി താല്പര്യമില്ല. അരുൺ വിചാരിച്ച കാര്യം നടന്നല്ലോ, അതുകൊണ്ട് തന്നെ അവിടെയുള്ള പോലീസുകാരുടെ അടുത്ത് സാർ ഇവന്റെ അടുത്തൊക്കെ പുറത്ത് ഇറങ്ങി പോവാൻ വേണ്ടിട്ട് പറ എന്ന് പറയുവാണ്. എന്നിട്ട് അരുൺ അങ്ങ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ സച്ചിയുടെ അടുത്ത് അവിടെ നിൽക്കണ്ട, ഇറങ്ങി പൊക്കോളാൻ വേണ്ടി പറയുവാണ്. കാറ് വിട്ടുകൊടുക്കണ്ടെന്ന് മാത്രമേ ഉള്ളൂ, സച്ചിയെ പോലീസ് അറസ്റ്റ് ചെയ്തൊന്നും വെക്കുന്നില്ല കേട്ടോ. അതുമാത്രമല്ല സച്ചിയുടെ ലൈസൻസും ക്യാൻസലാക്കി. അങ്ങനെ ആ കോൺസ്റ്റബിൾ അവിടെ കിടന്ന് ഒച്ചയെടുക്കുന്നത് കേൾക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് കേട്ടോ, ഇപ്പൊ പുറത്തു പോകണം അത്രയല്ലേ ഉള്ളൂ, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോവാണേ. സച്ചി പുറത്തിറങ്ങുമ്പോഴേക്കും നമ്മുടെ രേവതി ആണെങ്കിൽ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്ന ഉടനെ തന്നെ എന്താ സച്ചിയുടെ പ്രശ്നം, സച്ചിയേട്ടൻ അങ്ങനെ പ്രശ്നം ചെയ്യുന്ന ആളല്ല എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം, എന്താ കാരണം എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും എല്ലാം ആ പോലീസുകാരൻ ഒറ്റൊരുത്തൻ കാരണമാണ്, അവൻ വേണമെന്ന് വിചാരിച്ചിട്ട് എന്നെ കുരുക്കിയതാണെന്ന് പറയുവാണ്. അതിന് മാത്രം സച്ചിയേട്ട എന്താ ഉണ്ടായത്? ഞാന് വണ്ടി ഓടിച്ചു വരുന്ന സമയത്ത് എനിക്ക് ബ്രേക്ക് കിട്ടിയില്ല. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയ സമയത്ത് ഞാന് വെട്ടിച്ചു നിർത്തിയതാണ്. അത് ചെന്നിട്ട് എപ്പോഴും ഞാനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ആ പോലീസുകാരല്ലേ, അയാളുടെ ബൈക്കിന് കറക്റ്റ് ചെന്ന് ഇടിച്ചു. അയ്യോ സച്ചിയേട്ടന് ഒന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ എനിക്കൊന്നും പറ്റിയിട്ടില്ല, അയാളെ ഞാൻ മനഃപൂർവ്വം ചെന്ന് ഇടിക്കാൻ വേണ്ടി ശ്രമിച്ചതാണെന്ന് പറഞ്ഞിട്ട് വണ്ടിയും അതുപോലെ എന്നെയും തൂക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. എന്തൊരു അന്യായ സച്ചിയേട്ടാ ഇത്. സച്ചിയേട്ടൻ വേറെ ആക്സിഡന്റ് ആവരുതെന്ന് വിചാരിച്ചിട്ടല്ലേ വണ്ടി തിരിച്ചത്, ചെയ്തത് നല്ല കാര്യമല്ലേ? എന്നിട്ട് അത് സച്ചിയേട്ടൻ പറഞ്ഞില്ലെന്ന് ചോദിക്കുമ്പോ പിന്നെ രേവതി ഞാൻ പറയാതിരിക്കോ? പറഞ്ഞിട്ടും ആരും അത് വിശ്വസിക്കുന്നില്ല. ഞാന് മനഃപൂർവ്വം അവന്റെ വണ്ടിയിൽ കൊണ്ട് ഇടിച്ചതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് കേൾക്കാതെ അവൻ കേസ് എടുത്തു. അതുമാത്രമല്ല ഇൻസ്പെക്ടർ ആണെന്നുണ്ടെങ്കിൽ എന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാനും പറഞ്ഞു. അതെങ്ങനെ സച്ചേട്ട, എന്താണ് ഏതാണെന്നുള്ള കാര്യമൊന്നും അന്വേഷിക്കാതെ അവര് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെയ്യുന്നത്? ഞാന് പോയിട്ട് ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് രേവതി ഉള്ളിലേക്ക് പോകുമ്പോ രേവതി നീ നിക്ക്, നീ എന്നല്ല ആര് പറഞ്ഞാലും അവരിതൊന്നും കേൾക്കാൻ വേണ്ടി പോകുന്നില്ല രേവതി. ആ അരുണുണ്ടല്ലോ വേണമെന്ന് വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അവരെന്തിനാണ് എപ്പോ നോക്കിക്കഴിഞ്ഞാലും സച്ചേട്ടന്റെ മെക്കെട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്?
അതല്ലെങ്കിലും രേവതി അങ്ങനെ തന്നെയാണ്. എല്ലാവരും തന്റെ അണ്ടറിലായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അങ്ങനെ കിട്ടില്ല, സ്വന്തം കാര്യം നോക്കുന്ന ആൾക്കാരാണെന്നുള്ള കാര്യം മനസ്സിലായി കഴിഞ്ഞാല് അവർക്ക് നമ്മളോട് ദേഷ്യം തോന്നും. എന്തായാലും ഞാൻ പോയിട്ടൊന്ന് സംസാരിക്കാമെന്ന് രേവതി വീണ്ടും പറയുമ്പോ, ആര് സംസാരിച്ചിട്ടും കാര്യമില്ല, നീ പോകണ്ട രേവതി. എനിക്ക് വരുന്ന ദേഷ്യത്തിന് ആ അരുണുണ്ടല്ലോ അവനെ ഞാൻ ഇടിച്ചിട്ടെന്ന് പറയുമ്പോ, അയ്യോ സച്ചേട്ടാ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യല്ലേ. അപ്പോഴേക്കും കോൺസ്റ്റബിൾ അങ്ങോട്ടേക്ക് വന്നിട്ട് സച്ചിയുടെ ഫോൺ കൊടുക്കുന്നുണ്ട്. നീ ഇതുവരെ പോയില്ലേന്ന് ചോദിക്കുവാണേ. അതെങ്ങനെ സാർ ഞാൻ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ നിനക്കൊരു പായം തല്ലേം തരാം, നീ ഇവിടെ കിടന്നോന്ന് കോൺസ്റ്റബിൾ പറയുന്നുണ്ട്. സാർ അപ്പൊ എന്റെ വണ്ടിയോ? അത് കോർട്ടിലെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കാം, അല്ലാതെ വണ്ടി വിട്ടുതരാൻ വേണ്ടി പറ്റില്ല. അത് മാത്രമല്ല നിന്റെ ലൈസൻസ് ഇപ്പഴം തന്നെ ക്യാൻസൽ ആവുമെന്ന് പറയുന്നുണ്ട്. സാർ അതെങ്ങനെ ശരിയാവുന്നത് സാർ? അവരൊരു തെറ്റും ചെയ്തില്ലെന്ന് ചോദിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ അവൻ വണ്ടി ഇടിക്കുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റബിൾ പോവാണ് കേട്ടോ. വണ്ടി തരാൻ വേണ്ടി പറ്റില്ല, സച്ചിയുടെ അടുത്ത് അവിടുന്ന് പോകാൻ വേണ്ടി പറഞ്ഞിട്ട്. അങ്ങനെ സച്ചിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ ഒരു വിധത്തിൽ നമ്മുടെ രേവതി സമാധാനിപ്പിച്ചിട്ട് അവിടുന്ന് കൂട്ടിയിട്ട് പോവാണ്. അങ്ങനെ അവര് പോയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ സച്ചിയുടെ വണ്ടിയായിട്ട് വന്ന ആ ഒരു പോലീസുകാരനുണ്ടല്ലോ, വണ്ടി എടുക്കരുത്, ബ്രേക്ക് ഇല്ല എന്നുള്ള കാര്യം സച്ചി ഓൾറെഡി പറഞ്ഞതാണ്. പക്ഷെ അരുണിന്റെ വാക്കും കേട്ടിട്ട് ആ പോലീസുകാരൻ വണ്ടി എടുത്തോണ്ട് പോയിട്ടുണ്ടായിരുന്നു. ആ വണ്ടി വഴിയിൽ വരുന്ന സമയത്ത് ആക്സിഡന്റ് ആവുകയും അയാൾക്ക് നന്നായിട്ട് ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ കാര്യങ്ങൾ അരുൺ അറിയുകയും നമ്മുടെ സച്ചി പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്നുള്ള കാര്യം അറിഞ്ഞിട്ടും സച്ചിയെ കുരുക്കാൻ വേണ്ടിയിട്ട് അവൻ കുറച്ചുനാള് പോലീസുകാരോട് കളിച്ച് എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യം അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മനഃപൂർവ്വം സച്ചിയെ ചതിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് സച്ചിയുടെ മേലെ കേസിടുകയും സച്ചിയുടെ ലൈസൻസ് ക്യാൻസൽ ആക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അരുണിന്റെ വാക്ക് കേട്ട് പോയ ആ പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്.